അല്ല, അച്ഛൻ ആർക്ക് കാശ് കൊടുക്കുന്ന കാര്യം ഈ പറയുന്നത്? ഇത് മോളുടെ കേസോ, വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചിലവാക്കണം. ഈ ക്യാഷ് മോൾ ഒരാൾക്ക് കൊടുക്കണം. മോളുവാ. ലീലയിരുന്ന് മുഷിഞ്ഞോ? ഇല്ല സാർ. മോളെ, ഈ കുട്ടിയുടെ പഠന സഹായത്തിന് അച്ഛൻ ഈ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞത്. മോള് തന്നെ ഐശ്വര്യമായിട്ട് പണം കൊടുത്തേ. ഈ പുണ്യം അച്ഛന് തന്നെ കിട്ടട്ടെ. അച്ഛൻ തന്നെ കൊടുത്താൽ മതി. മോളെ, ഈ പണം കൊണ്ടുപോയി കൊടുത്ത് അഡ്മിഷൻ എടുക്കണം കേട്ടോ. വല്യമാവ, കയ്യിലൊന്നും ഇല്ലെങ്കിലും ഇമേജിന് ഒട്ടും കോട്ടം വരുത്താൻ താല്പര്യമില്ല അല്ലേ? ഇപ്പൊ രാജാവെന്ന പേരേ ഉള്ളൂ. പ്രജകളെക്കാൾ ഗതികേടാ, അത് മറക്കണ്ട. അല്ല, ഇമേജ് ഉണ്ടാക്കാൻ ഈ ക്യാഷ് എവിടുന്ന് കിട്ടി? എന്തെങ്കിലും എടുത്ത് വിറ്റതാണോ അതോ കടം വാങ്ങിയതാണോ? നന്ദനെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഒരുപക്ഷെ എന്റെ അച്ഛൻ ക്ഷമിച്ചു എന്നിരിക്കും. പക്ഷെ എന്റെ അച്ഛനെ അപമാനിച്ച അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുമെന്ന്? കുഞ്ഞു മിണ്ടാതിരിക്കേ. ദേ കുഞ്ഞെ, വർമ്മ സാർ ആരാണെന്ന് കുഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും അറിയാം വർമ്മ സാർ ആരാണെന്ന്. സാറിനെ ഈ അവസ്ഥയിലാക്കിയത് കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും ചേർന്ന. കുഞ്ഞു നോക്കിക്കോ, ഒടുവിൽ വിജയം വർമ്മ സാറിന് തന്നെ ആയിരിക്കും. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. സാറിനെതിരെയുള്ള കള്ളക്കേസിൽ നിന്നും സാറ് പുഷ്പം പോലെ ജയിക്കും. ഇത് പാവപ്പെട്ട ഈ ലീലയുടെ വാക്കല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയാ. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അല്പം ഉച്ചത്തിൽ സംസാരിച്ചു പോയി. അത് സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാ. സാറിനെന്നും ദൈവം കൂട്ടുണ്ട്. സാറിൻ്റെത് വലിയ മനസ്സാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. കേട്ടല്ലോ, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ശബ്ദം അത്. ഒടുവിൽ സത്യം ജയിക്കും. അന്ന് നീ പശ്ചാത്തപിക്കും. ചെറിയമ്മേ, ഇത് അപ്പുവിന് ഫീസ് അടയ്ക്കാനുള്ള ക്യാഷാ. ചെറിയമ്മ വാ.